എൻ്റെ സ്കിൻ ടോൺ ഡാർക്കാണ്. എനിക്ക് ഏതായിരിക്കും കളർ മാച്ച് ആവാന്നുള്ളത്. സാധാരണഗതിയിൽ നേവി ബ്ലൂ, റോയൽ ബ്ലൂ, അതേപോലെ മിഡ് ഗ്രേ, പിന്നെ എമറാൾഡ് ഗ്രീന്, അതുപോലെ ബർഗണ്ടി, പിന്നെ എന്താ പറയുക യൂണിവേഴ്സൽ കളറായിട്ടുള്ള ബ്ലാക്ക് മെൻസിൻ്റെ. അപ്പോൾ ഇതൊക്കെ ഒരു ഡാർക്ക് സ്കിൻ ടോൺ ആയ ആളുകൾക്ക് ചേരുന്നതാണ്. എന്നാൽ അതിലുപരി ഡാർക്ക് സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റൊരു ഫാക്ടർ മാത്രമാണ്. അത് കൂടാതെ നമുക്ക് ഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രൈഡിൻ്റെ ഡ്രസ്സിൻ്റെ കോംപ്ലിമെൻറ്റിങ് ഫാക്ടേഴ്സ് ഉണ്ട്, അതേപോലെ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ് അതിനൊത്ത രീതിയിൽ കസ്റ്റമൈസേഷൻ അതൊരു ഫാക്ടറുണ്ട്. അപ്പം ഒരിക്കലും നമ്മളൊരു സ്കിൻ ടോൺ മാത്രം ആവരുത് നമ്മളൊരു കോസ്റ്റ്യൂം എടുക്കുന്ന ടൈമിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ഒരു ബ്രൈഡും ഗ്രൂമും നിൽക്കുന്ന ടൈമിൽ ഒരാൾ മാത്രം എന്താ പറയുക അട്രാക്റ്റീവായിട്ട് കാണപ്പെടാം, മറ്റേ ആൾ വിഷ്വലി ഒരു ലോ ആയിട്ട് കാണപ്പെടാമെന്ന് പറഞ്ഞാൽ അതൊരു അപ്പോഴും അതൊരു എന്താ പറയുക ഒരാൾ ഡള്ളും ഒരാൾ അട്രാക്റ്റീവായി മാറാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ രണ്ടാളും ബാലൻസിങ് ആയിട്ട് നിൽക്കണം, രണ്ടാളും ഹൈലൈറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടർ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കളേഴ്സൊന്നും ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതാണ് നമ്മൾ സ്കിൻ ടോൺ മാത്രം ഒരു ഫാക്ടറായിട്ട് കാണാൻ പറ്റത്തില്ല. ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പ്രോപ്പർ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വെഡ്ഡിങ് സ്റ്റുഡിയോസ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരോട് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഔട്ട്ഫിറ്റ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക.